പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം തിരുവചനം. നമ്മൾ ഈ ബൈബിൾ വചനം വായിച്ചാൽ ഇവിടെ ദൈവം നമുക്ക് 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ 3 കാര്യം കർത്താവ് നമുക്ക് തരും. ഇവിടെ ദൈവം തരുന്നൊരു ഉറപ്പാണ്. 3 കാര്യം മനുഷ്യൻ ചെയ്യാൻ തയ്യാറായാൽ ഈ 3 കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യർക്ക് ദൈവം 3 കാര്യങ്ങൾ അതേപോലെ തന്നെ തരാൻ തയ്യാറാവും. എന്തൊക്കെയാണ് മനുഷ്യൻ ചെയ്യേണ്ട 3 കാര്യങ്ങൾ? വചനം ഇങ്ങനെ പറയുന്നു. 1-ാമത്തെ കാര്യം, എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നും എപ്പോഴും എല്ലാ കാര്യത്തിലും മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കാൻ തയ്യാറാകണം. ദൈവം എപ്പോഴും ശ്രദ്ധിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ എന്നാണ്. അതാണ് 14-ാം സങ്കീർത്തനം 2-ാം തിരുവചനം. ദൈവം സ്വർഗത്തിൽ നോക്കി തന്നെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് അവിടുന്ന് ആരാഞ്ഞു. ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കണം. ദൈവം എന്തിനാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ചില കഷ്ടതകളും രോഗങ്ങളും വേദനകളും തകർച്ചകളൊക്കെ അനുവദിക്കുന്നത്? ചിലപ്പോഴെല്ലാം നാളുകളായിട്ട് രോഗാവസ്ഥയിൽ കിടക്കുന്ന വ്യക്തികളെ കാണാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ കേൾക്കാനും ഒക്കെ ചെല്ലുമ്പോൾ നല്ലൊരു ശതമാനം രോഗികളും പറയുന്ന ഒരു കാര്യമുണ്ട്, അച്ഛാ, ഇതുപോലത്തെ ഒരു രോഗം വരാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എൻ്റെ കുടുംബത്തിൽ ഇതുപോലത്തെ ഒരു അവസ്ഥ വരാൻ ഞങ്ങൾ എന്ത് പാപാ ചെയ്തത്? സാധാരണ മനുഷ്യരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് രോഗം, തകർച്ച, നഷ്ടം, പരാജയം. ഇതൊക്കെ അവനോ അവൻ്റെ മാതാപിതാക്കന്മാരോ പൂർവികരോ ചെയ്ത ഏതെങ്കിലും തെറ്റിൻ്റെ പാപത്തിൻ്റെ ഫലമായിട്ടാണ് ഇത് ദൈവം അനുവദിക്കുന്നത്. അങ്ങനെ ആരും ചിന്തിക്കരുത്. പാപം രോഗത്തെ വരുത്താം. ഉദാഹരണത്തിന്, ഒരു വ്യക്തി നിരന്തരം മദ്യപിച്ചാൽ ഇനി മദ്യപാനം എന്നതായ പാപം അത് മനുഷ്യനെ ശിക്ഷിക്കും, അവന് രോഗം വരുത്തും. ഓരോ പ്രാവശ്യവും മദ്യപാനത്തിൻ്റെ അളവ് ശരീരത്തിലെ കോശങ്ങളെ, സെല്ലുകളെ നശിപ്പിക്കാൻ കാരണമായി തീരും. അങ്ങനെ ഹൃദ്രോഗിയായി, കരൾ രോഗിയായി, ക്യാൻസർ രോഗിയായി, പല വിധത്തിലുള്ള രോഗം ഈ പാപം മൂലം വരാം. ഓരോ പാപവും രോഗത്തെ വരുത്തും. പക്ഷേ രോഗങ്ങളെല്ലാം പാപത്തിന്റെ ശിക്ഷയാണ് എന്നൊരിക്കലും പറയാൻ പറ്റില്ല. ഇനി വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, വിശുദ്ധ കുർബാനയിൽ, പ്രാർത്ഥനയിൽ, ധ്യാനത്തിൽ എല്ലാം വളരെ തീഷ്ണതയും ആഗ്രഹവും കാണിക്കുന്ന വ്യക്തി, വിശ്വാസ ചൈതന്യത്തിൽ വളരുന്ന വ്യക്തി, ഓർക്കുക, ഇങ്ങനെ ഒരു വ്യക്തിക്ക് രോഗം വരുമ്പോൾ ആ രോഗം വരുന്ന വ്യക്തി മനസ്സിലാക്കണം, ഞാനിങ്ങനെ വിശ്വാസത്തിൽ വളർന്നിട്ട് വിശുദ്ധ കുർബാനയിൽ എന്നും സംബന്ധിച്ചിട്ട് ദേവാലയത്തിൽ അതുപോലെ തന്നെ സഭയുടെ കാര്യങ്ങൾ തീഷ്ണത കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു രോഗം വന്നത്? എൻ്റെ മക്കൾക്ക് എന്താണ് ഈ ഒരു സ്ഥിതി വന്നത്? എന്തുകൊണ്ടാണ് ജീവിതത്തിലെ തകർച്ചകളിൽ നിന്ന് ഞങ്ങൾക്ക് കരകയറാൻ പറ്റാത്തത്? ഇങ്ങനത്തതായ വ്യത്യസ്തമായ ചോദ്യങ്ങളൊക്കെ ഉള്ളിൽ വന്നു എന്ന് വരാം. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ എപ്പോൾ ഉള്ളിൽ ഉണ്ടാകുന്നു അപ്പോഴെല്ലാം ഒരു ഉത്തരം കിട്ടണം, അപ്പോഴെല്ലാം ഒരു ബോധ്യം ഉള്ളിൽ ഉണ്ടാകണം. എന്തിനാണെന്നറിയാവോ? ദൈവം രോഗവും വേദനയും തകർച്ചയും നഷ്ടമൊക്കെ അനുവദിക്കുന്നത് ഈ അനുവദിക്കുന്നതിൽ നിന്നുകൊണ്ട് അനുവദിക്കുന്നവനെ അന്വേഷിക്കാൻ വേണ്ടിയാണ്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും ജീവിതത്തിലെ ഏത് കഷ്ടതകളും ദൈവം അനുവദിക്കുന്നത് ആ അനുവദിക്കുന്നതിൽ നിന്നുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കർത്താവ് നോക്കുക, ഈ രോഗാവസ്ഥയിൽ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ? എന്ത് സഹനമായാലും, ഏതെല്ലാം കഷ്ടതയായാലും, ഏതെല്ലാം തകർച്ചയായാലും, ഇതിലെല്ലാം ദൈവം നോക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഈ അവസ്ഥയിൽ ആ വ്യക്തിയുടെ മുഖം, മനസ്സ്, ചിന്ത ദൈവത്തിലേക്കാണോ?
ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണോ? ജീവിതത്തിലെ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും ദൈവം അനുവദിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനെന്താ മനസ്സിലാക്കേണ്ടത്? ഇന്നലകളിൽ എൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ ദൈവം അനുവദിച്ചപ്പോൾ, തകർച്ച ദൈവം അനുവദിച്ചപ്പോൾ, പരാജയം ദൈവം അനുവദിച്ചപ്പോൾ, കടബാധ്യത ദൈവം അനുവദിച്ചപ്പോൾ, ഞാൻ അവിടെ മനസ്സുമടുത്ത് നിരാശപ്പെട്ട് ദൈവത്തിലുള്ള വിശ്വാസത്തെ ഉപേക്ഷിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയോ? നീ ദൈവത്തിൽ നിന്ന് അകലാനല്ല ദൈവം അനുവദിച്ചത്. നീ ദൈവത്തിലുള്ള വിശ്വാസത്തെ കുറയ്ക്കാൻ വേണ്ടിയല്ല ദൈവം അനുവദിച്ചത്. മറിച്ച് അതിലെല്ലാം നീ കൂടുതൽ കൂടുതൽ ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയായി ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം അത് അനുവദിച്ചത്. അപ്പോൾ ദൈവം നോക്കുന്ന ഒന്നാമത്തെ കാര്യം, നീ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും വ്യത്യസ്തമായ അവസ്ഥയിലും നീ ദൈവത്തെ അന്വേഷിച്ചോ? അപ്പോൾ ഒന്ന്, എല്ലാ കാര്യങ്ങളിലും നീ ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയായി മാറണം. രണ്ട്, ദൈവം ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം, തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം. നിന്റെ പ്രാർത്ഥനയിലായാലും, നിന്റെ ബലിയർപ്പണത്തിലായാലും, നിന്റെ സംസാരത്തിലായാലും, നിന്റെ ജീവിത മേഖലകളിൽ ഏതിലായാലും അവിടെ എല്ലാം ദൈവം സന്തോഷിക്കുക എളിമപ്പെടലിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, ശരീരത്തിൽ രോഗം ഉള്ളൊരു വ്യക്തി ആരോഗ്യമുള്ള വ്യക്തിയെ പോലെ ആ വ്യക്തിക്ക് നടക്കാൻ, കിടക്കാൻ, ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അത് ദൈവം അനുവദിച്ചത്? ആരോഗ്യമുള്ള വ്യക്തികളുടെ മുമ്പിൽ ഒരു രോഗി എളിമപ്പെടുന്നു. അപ്പോൾ ആരോഗ്യമുള്ള വ്യക്തിയുടെ മുമ്പിൽ ദൈവം എന്തിന് രോഗം അനുവദിച്ചു? ആരോഗ്യമുള്ള വ്യക്തിയുടെ മുമ്പിൽ എളിമപ്പെടാനാണ് ദൈവം രോഗം അനുവദിക്കുന്നത്. എന്നെ ശ്രദ്ധിക്ക്, രണ്ട് കാലിൽ നടന്നു പോകുന്ന വ്യക്തി, ആ വ്യക്തിയുടെ മുമ്പിൽ ഒരു കാലിന് സ്വാധീനമില്ലാതെ ഒരു കാലിൽ മാത്രം നടന്നു പോകുന്ന, സ്വാധീനക്കുറവുമായിട്ട് നടന്നു പോകുന്ന വ്യക്തി രണ്ട് കാലിൽ ആരോഗ്യത്തോടെ നടക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ എളിമപ്പെടുകയാണ്. ദൈവം എന്താഗ്രഹിക്കുന്നു? അങ്ങനെ ഒരു എളിമപ്പെടൽ ആഗ്രഹിക്കുന്നു. എന്തിനാണ് അങ്ങനെ എളിമപ്പെടുന്നത്? ആ എളിമപ്പെടലിൽ നിന്നെ ദൈവം അത്യധികം ഉയർത്താൻ വേണ്ടിയാണ്. ദൈവം നീ അങ്ങനെ എളിമപ്പെടുന്നതിലൂടെ നിന്നെ കൂടുതൽ ഉയർത്തി അനുഗ്രഹിച്ച് ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം അനുവദിക്കുന്നത്. ഇത് ഞാൻ തിരിച്ചറിയണം. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം, തന്നെ എളിമപ്പെടുക. മൂന്നാമത്തെ കാര്യം, ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുക, പാപവഴികളിൽ നിന്ന് പിന്തിരിയുക, പാപത്തിന്റെ ആസക്തിയിൽ നിന്നും ആഗ്രഹത്തിൽ നിന്നും പിന്തിരിയുക. ഇന്ന് ഞാൻ കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഇന്നലകളിൽ ദൈവം അനുവദിക്കാത്ത ഏതെങ്കിലും പാപത്തിന്റെ പുറത്ത് നീ ചെയ്തോ? ദൈവം അനുവദിക്കാത്ത ഏതെങ്കിലും തിന്മയുടെ പുറത്ത് നീ ചെയ്തോ? ദൈവം അനുവദിക്കാത്തതായ ഏതെങ്കിലും കാര്യങ്ങൾ നിന്റെ നാവ് കൊണ്ട് നീ പറഞ്ഞോ? നിന്റെ ബുദ്ധിയിൽ നീ ചിന്തിച്ചോ? നിന്റെ കൈ കൊണ്ട് നീ പ്രവർത്തിച്ചോ? നീ അത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങളിൽ ഇടപെട്ടോ? ഇതാ വചനം പറയുന്നു, ഇന്നലകളിൽ നീ ദൈവത്തിന് നിരക്കാത്തതായ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറാകണം. ഓർക്കുക, 3 കാര്യം നീ ചെയ്താൽ, ഒന്ന്, ജീവിതത്തിലെ ഏത് മേഖലയിലും ഏത് അവസ്ഥയിലും ദൈവത്തെ അന്വേഷിച്ചാൽ. 2, ഈ അന്വേഷിക്കുന്ന എങ്ങനെയാ? തന്നെ എളിമപ്പെടുത്തി. 3, ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞാൽ. ഈ 3 കാര്യം നീ ചെയ്താൽ, അടുത്ത വചനം, നിനക്ക് ദൈവം തരുന്ന 3 കാര്യങ്ങൾ. ഈ 3 കാര്യം നീ ചെയ്താൽ ദൈവം നിനക്ക് 3 കാര്യം തരും. ഒന്ന് ഏതാ? ഒന്ന്, നീ ഇങ്ങനെ ചെയ്യാൻ തയ്യാറായാൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കും. നീ ഇന്നലകളിൽ ചെയ്തതായ പാപത്തിൽ നിന്ന് പിന്തിരിയാതെ, ദുശീലപ്രവൃത്തിയിൽ നിന്ന് പിന്തിരിയാതെ, തിന്മപ്രവൃത്തിയിൽ നിന്ന് പിന്തിരിയാതെ, വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം അതിൽ നിന്ന് പിന്തിരിയാതെ, നീ എത്ര പ്രാർത്ഥിച്ചാലും, എത്ര ഉപവാസം അനുഷ്ഠിച്ചാലും, എത്ര നോമ്പ് നോറ്റാലും, എത്ര ബലിയർപ്പിച്ചാലും, വചനം പറയുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേൾക്കുകയില്ല, ഞാൻ നിന്റെ ബലിയർപ്പണം സ്വീകരിക്കുകയില്ല, ഞാൻ നിന്റെ മേൽ കരുണ കാണിക്കുകയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 15 മുതലുള്ള തിരുവചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ കരമുയർത്തുമ്പോൾ, എങ്ങനെ കരമുയർത്തുമ്പോൾ? ചെയ്തതായ തെറ്റിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ദുശീലത്തിൽ നിന്ന് പിന്തിരിയാതെ അതിൽ തന്നെ തുടർന്നിട്ട്, അതേ തെറ്റ് തന്നെ ചെയ്തിട്ട്, അതേ ദുശീലം തന്നെ ആവർത്തിച്ചിട്ട് നീ എത്ര കരമുയർത്തിയാലും, നീ കരമുയർത്തുമ്പോൾ ഞാൻ മുഖം തിരിക്കും.
നീ എത്ര പ്രാർത്ഥിച്ചാലും നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുകയില്ല. എന്തെന്നാൽ നിന്റെ കരങ്ങൾ, നിന്റെ മനസ്സ്, നിന്റെ ഹൃദയം, നിന്റെ ജീവിതം പാപത്താൽ പങ്കിലമാണ്, പാപത്താൽ മാലിന്യമുള്ളതാണ്. അതിനാൽ നിങ്ങൾ നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഓരോ മനുഷ്യ വ്യക്തിയും ദൈവത്തിന്റെ അനുഗ്രഹത്തെ സ്വീകരിക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ദുർമാർഗങ്ങളിൽ നിന്ന്, പാപവഴികളിൽ നിന്ന് പിന്തിരിയുക. തിരിഞ്ഞാൽ ദൈവം എനിക്ക് തരുന്ന ഒന്നാമത്തെ ഉറപ്പ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കും. അപ്പോൾ നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കും. അപ്പോൾ നിന്റെ ബലി ഞാൻ സ്വീകരിക്കും. അപ്പോൾ നിന്റെ ഓരോ നേർച്ച കാഴ്ചകൾക്കും, അപ്പോൾ നിന്റെ ഓരോ ഉപവാസ പ്രാർത്ഥനയ്ക്കും ഞാൻ ഉത്തരം തരും, ഞാൻ ഫലം തരും, ഞാൻ അനുഗ്രഹം തരും. പ്രൈസ് ദി ലോർഡ്. 2, നീ 3 കാര്യം ചെയ്താൽ കർത്താവ് നിനക്ക് തരാൻ പോകുന്ന 3 കാര്യം. അതിൽ 1, ഞാൻ സ്വർഗത്തിൽ നിന്റെ പ്രാർത്ഥന കേൾക്കും. 2, നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കും. നിന്റെ പാപം ക്ഷമിച്ച് കിട്ടണമെങ്കിൽ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത്, കർത്താവേ തെറ്റിപ്പോയി, കർത്താവേ പറഞ്ഞുപോയി, കർത്താവേ ഞാൻ അങ്ങനെ വീണുപോയി. ഇതാ നിന്റെ പാപത്തിന്റെ വീഴ്ചയിൽ, നിന്റെ ദുശീല പ്രവൃത്തിയുടെ വീഴ്ചയിൽ, നിന്റെ തെറ്റായ ബന്ധത്തിന്റെ വീഴ്ചയിൽ അവിടെ നിന്നുകൊണ്ട് തെറ്റിപ്പോയി എന്ന അനുതാപത്തിന്റെ കരച്ചിലിനാൽ കർത്താവിന്റെ രക്ഷിക്കുന്ന കരം കൊണ്ട് നീ തിരിച്ചു വരാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ കാണും, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട പാപിനിയായ സ്ത്രീ ഇവളിനി പാപം ചെയ്ത് ജീവിക്കാൻ പാടില്ല എന്ന് കരുതി അവളെ പിടിച്ചുകൊണ്ടുവന്ന നിയമജ്ഞരും ഫരിസേയരും യേശുവിന്റെ ഒരു വാക്ക് കിട്ടാൻ ഇങ്ങനെയുള്ളവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് മോശ പറഞ്ഞിരിക്കുന്നു, നീ ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് ചെയ്യും. ഇതാ ഇനി ഇവൾ ജീവിക്കാൻ പാടില്ല എന്ന് കരുതി പാപം ചെയ്ത അവളെ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് കല്ലുമായിട്ട് നിൽക്കുന്ന ആ നിയമജ്ഞരുടെ ഫരിസേയരുടെ മുമ്പിൽ ഈശോ പറഞ്ഞു, പാപം ചെയ്യാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ, ചെയ്ത തെറ്റിൽ ശിക്ഷിക്കുന്നവനല്ല കർത്താവ്, ചെയ്ത പാപത്തിൽ ശിക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവനല്ല കർത്താവ്. ഒരു മനുഷ്യ വ്യക്തി ഏതെല്ലാം വിധത്തിലുള്ള തെറ്റുകളും പാപങ്ങളും ദുശീലങ്ങളും ചെയ്ത വ്യക്തി ആയാലും ആ ചെയ്തതിനെ ഓർത്ത് കർത്താവേ ചെയ്തു പോയി എന്ന അനുതാപത്തിന്റെ കരച്ചിലുമായി തിരിച്ചു വന്നാൽ, അനുതാപത്തിന്റെ കരച്ചിലുമായി തിരിച്ചു വരാൻ തയ്യാറാകുന്ന ഓരോ പാപിയെയും രക്ഷിക്കാൻ തയ്യാറായി കാത്തിരിക്കുന്നവനാണ് കർത്താവ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ പാപങ്ങളെല്ലാം ഞാൻ ക്ഷമിച്ചു. ഓർക്കൂ, യേശു കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് പാപിനിയായ സ്ത്രീയെ കൊണ്ടുവന്നപ്പോൾ അവളൊരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ. 11-ാമത്തെ വചനത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനത്തിൽ, ഇനി മേലിൽ പാപം ചെയ്യരുത്, ഇനി മേലിൽ പാപം ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, ആ സ്ത്രീയുടെ ചെയ്തു പോയ പാപത്തെ ഓർത്തുള്ള അനുതാപത്തിന്റെ കരച്ചിലാൽ യേശു അന്ന് വരെയുള്ള അവരുടെ പാപങ്ങൾ മുഴുവൻ കഴുകിക്കളഞ്ഞിട്ട് യേശു അവൾക്ക് ഉറപ്പ് കൊടുത്തു, നീ ഇനി പാപിയല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കണം, തൻ്റെ പാപത്തെ മുഴുവൻ കഴുകിക്കളഞ്ഞ കർത്താവിൻ്റെ മുമ്പിൽ ഉള്ളുകൊണ്ട് മനസ്സുകൊണ്ട് അവൾ ഉറപ്പ് കൊടുത്തു, ഇനി മരിക്കേണ്ടി വന്നാലും ഞാൻ പാപം ചെയ്യല. യേശുവിൻ്റെ മുമ്പിൽ നിന്ന് ആ ഉറപ്പും സ്വീകരിച്ച് തിരിച്ചുപോയ ആ സ്ത്രീ പിന്നീട് ഒരിക്കലും പാപം ചെയ്തില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് ആഗ്രഹിക്കുന്നു, നീ ഇന്ന് വരെ ചെയ്തു പോയ സകല പാപങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞാൽ, പാപത്തെ ഉപേക്ഷിച്ചാൽ, തിന്മ പ്രവർത്തികൾ ഉപേക്ഷിച്ചാൽ, ഇതാ കർത്താവ് നിനക്ക് തരുന്ന 3-ാമത്തെ ഉറപ്പ്, നിന്റെ ദേശം, നിന്റെ ഭവനം, നിന്റെ ജീവിതം ഞാൻ സമ്പൽ സമൃദ്ധമാക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തെ ഞാൻ സമ്പൽ സമൃദ്ധമാക്കും. അപ്പോൾ നീ ഇന്നലകളിൽ ഏതെല്ലാം തെറ്റ് ചെയ്തു എന്ന് നോക്കി അതിനെ കണക്കുകൂട്ടി ശിക്ഷിക്കാൻ കാത്തിരിക്കുന്നവനല്ല, മറിച്ച് ഇന്നലകളിൽ നിന്റെ മുഴുവൻ പാപത്തെയും ഓർത്ത് അനുതപിച്ച് നീ തിരിച്ചു വരാൻ തയ്യാറായാൽ, തിരിച്ചു വരാൻ തയ്യാറാകുന്ന നിന്നെ കർത്താവ് മാറോട് ചേർത്ത് ആലിംഗനം ചെയ്ത് അനുഗ്രഹിച്ചിട്ട്, ഓർക്കുക, നീ ഇന്നലകളിൽ ചെയ്ത പാപം മൂലം എന്തെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടോ ആ നഷ്ടപ്പെട്ടത് മുഴുവൻ അവിടുന്ന് തിരിച്ചു തന്ന് നിന്നെ അനുഗ്രഹിക്കുന്നു. നിന്റെ ജീവിതം, നിന്റെ ഭവനം, നിന്റെ ദേശം, നിന്റെ ജോലി മേഖല, നിന്റെ പ്രവർത്തന മേഖല, അത് മുഴുവൻ ദൈവം അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
ഈ അനുഗ്രഹിക്കുന്ന ദൈവത്തെ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും എനിക്ക് കണ്ടെങ്കിൽ മാത്രമേ, ആ ദൈവത്തിൻ്റെ കരം പിടിച്ചെങ്കിൽ മാത്രമേ, ആ ദൈവത്തിൻ്റെ കരബലത്തിൻ്റെ ശക്തി സ്വീകരിച്ചെങ്കിൽ മാത്രമേ എനിക്ക് പാപം ചെയ്യാതെ മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. എന്നെ ശ്രദ്ധിക്കൂ, യേശു പറഞ്ഞ വളരെ മനോഹരമായിട്ടൊരു ഉപമയുണ്ട്. ദൈവം തൻ്റെ വചനത്തിലൂടെ നമുക്ക് തരുന്ന ഈ ഉറപ്പിനെ അനുദിന ജീവിതത്തിൽ കണ്ടുകൊണ്ട് ജീവിക്കേണ്ടതായ ഒരു ഉപമ യേശു പറഞ്ഞു. അതിതാണ് ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19-ാം വചനം മുതൽ 31-ാം തിരുവചനം വരെ യേശു അവിടെ പറഞ്ഞത് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയാണ്. പ്രിയപ്പെട്ടവരെ, യേശു ഇങ്ങനെ ആരംഭിച്ചു. ഒരു ധനവാൻ, അവൻ എല്ലാം കൊണ്ടും സമ്പന്നനായിരുന്നു, സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നു, മോടിയായ വസ്ത്രം ധരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന് ബാഹ്യമായിട്ടുള്ളതെല്ലാം സമ്പത്തിന്റെ, ഐശ്വര്യത്തിന്റെ, സമൃദ്ധിയുടെ കാര്യം. നോക്കൂ, അവന്റെ പടിവാതിക്കൽ രോഗിയായ, ബലഹീനനായ, ഒന്നുമില്ലാത്ത ഒരു ദരിദ്രൻ കടന്നിരുന്നു. ആ ദരിദ്രന്റെ ശരീരം വ്രണം കൊണ്ട് നിറഞ്ഞിരുന്നു. ഇനി രണ്ട് മനുഷ്യ വ്യക്തികളെ ദൈവത്തിന്റെ വചനം ഇവിടെ പരിചയപ്പെടുത്തുമ്പോൾ, ഒരുവൻ തൻ്റെ സമൃദ്ധിയിൽ ദൈവത്തെ അന്വേഷിച്ചില്ല. ദരിദ്രൻ തൻ്റെ രോഗത്തിലും ദാരിദ്ര്യത്തിലും ദൈവത്തെ അന്വേഷിച്ചു. ദൈവത്തെ അന്വേഷിച്ചപ്പോൾ അവൻ ആ ലാസറിന്റെ വീട്ടുപടിക്കലെ കടപ്പിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചു. ലാസർ ധനവാന്റെ മേശപ്പുറത്ത് വീഴുന്ന അപ്പക്കഷ്ണത്തിൽ, ബാക്കി വന്ന അപ്പക്കഷ്ണത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം കണ്ടു, ദൈവത്തിന്റെ ശക്തി കണ്ടു. ദൈവത്തിന്റെ സാന്നിധ്യം തന്റെ രോഗാവസ്ഥയിൽ, തന്റെ ദാരിദ്ര്യത്തിൽ, തന്റെ ഭക്ഷണം പോലും ലഭിക്കാത്ത, സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ ദൈവത്തിന്റെ സാന്നിധ്യം അവൻ കണ്ടപ്പോൾ, അവൻ അതിൽ സന്തോഷിച്ചു, അവൻ അതിൽ ആനന്ദിച്ചു, അവൻ അതിൽ ഓരോന്നിലും ദൈവത്തിന്റെ മുഖം കണ്ട് ദൈവം നൽകിയ സുഖം അവൻ ആസ്വദിച്ചു. പ്രിയപ്പെട്ടവരെ, 2 പേര് മരിച്ചു എന്ന് പറഞ്ഞാൽ ഇത് ലോകത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യ വ്യക്തികളുടെയും പ്രതിനിധിയാണ് ഈ ധനവാനും ഈ ലാസറും. ഓർക്കുക, ഭൂമിയിൽ സമ്പത്തും സ്ഥാനമാനവും അധികാരവും സുഭിക്ഷമായ ഭക്ഷണവും ഉണ്ടായിരുന്ന അവന്റെ പേരെന്താണെന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നില്ല. അവനെ പറയുന്നത് ധനവാൻ എന്നാണ്. നിനക്ക് ഈ ലോകത്തുള്ള ഏതെല്ലാം വിധത്തിലുള്ള സുഖവും സന്തോഷവും എല്ലാം കിട്ടിയെങ്കിൽ ലോകത്തിലെ മനുഷ്യരുടെ മുമ്പിൽ നിന്റെ പേരുണ്ടാവും. പക്ഷെ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്റെ പേരുണ്ടായില്ല, ദൈവത്തിന്റെ തിരുമുമ്പിൽ നിന്റെ പേരുണ്ടായില്ല. എന്നാൽ ലോകത്തിന് മുമ്പിൽ ദരിദ്രൻ, ഇല്ലാത്തവൻ, രോഗി, കഷ്ടപ്പെടുന്നവൻ, അവന്റെ പേര് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ദരിദ്രന്റെ പേര് ലാസർ എന്നാണ്. ലാസർ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം സഹായിക്കുന്നവൻ എന്നാണ്. ലാസർ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സഹായം ലഭിക്കാൻ എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ. ഓർക്കുക, തൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടിലും രോഗത്തിലും ദാരിദ്ര്യത്തിലും ഇല്ലായ്മയിലും മനസ്സുമടുക്കാതെ, പരാതി പറയാതെ, നിരാശപ്പെടാതെ അവൻ ദൈവത്തിന്റെ സഹായത്തിന് വേണ്ടി ദൈവത്തിലേക്ക് നോക്കി ആശ്രയിച്ചപ്പോൾ അവന്റെ പേര് ലാസർ എന്നായി. നീ ഓർക്കണം, നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം കഷ്ടതകളും നൊമ്പരങ്ങളും വേദനകളും ദൈവം അനുവദിക്കുന്നത് നീ മറ്റൊരു ലാസറായി മാറാൻ വേണ്ടിയാണ്. ദൈവത്തിൽ നിന്ന് എല്ലാവിധത്തിലുള്ള സഹായവും സ്വീകരിക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ലാസറായി മാറാൻ വേണ്ടിയാണ് ദൈവം അത് അനുവദിക്കുന്നത് എന്ന് നീ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഭൂമിയിൽ സമ്പത്തുണ്ടെങ്കിലും ദാരിദ്ര്യമുണ്ടെങ്കിലും, ആരോഗ്യമുണ്ടെങ്കിലും രോഗമുണ്ടെങ്കിലും, പേരും പ്രശസ്തിയും ഉണ്ടെങ്കിലും അതില്ലെങ്കിലും, ഒരു ദിവസം നീ മരണത്തിന് കീഴ്പ്പെടണം. മരണം നിന്നെ വന്ന് വിളിക്കും. ഓർക്കൂ, യേശു പറഞ്ഞ ഈ ഉപമയിൽ ധനവാനും മരിച്ചു, ലാസറും മരിച്ചു. ലാസർ മരിച്ച് നേരെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് പോയി എന്നാണ് അവിടെ വചനം രേഖപ്പെടുത്തുന്നത്. ധനവാനോ, അവൻ മരിച്ച് നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ നരകത്തിലെ അഗ്നിയിൽ അവന്റെ എല്ലാവിധത്തിലുള്ള ഭൂമിയിൽ ഉണ്ടായിരുന്ന സുഖസന്തോഷങ്ങൾ നഷ്ടപ്പെട്ട് അവൻ അവിടെ കഷ്ടപ്പെടുമ്പോൾ, അവൻ അവിടെ നരകയാതന അനുഭവിക്കുമ്പോൾ അവൻ കണ്ണ് തുറന്നൊന്ന് നോക്കി. ഇതാ അകലെ അബ്രാഹത്തിന്റെ മടിയിൽ
സന്തോഷത്തോടെ കിടക്കുന്ന ലാസറിനെയാണ് ധനവാൻ കാണുന്നത്. അവൻ ആ അബ്രാഹത്തോട് ചോദിച്ചു, എൻ്റെ നാവ് ഒന്ന് വെള്ളത്തിൽ തൊട്ട് നനച്ചു തരാനായിട്ട് ആ ലാസറിനെ ഒന്ന് വിടാവോ? എന്താ പറഞ്ഞെന്നറിയാവോ? ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ വലിയൊരു ഗർത്തം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിനാൽ ഇവിടെ നിന്ന് അങ്ങോട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടോ വരാൻ സാധിക്കില്ല. എന്താ ഈ ഗർത്തം? പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ ജീവിച്ച നാളുകളിൽ മറ്റുള്ളവർക്ക് ചെയ്യേണ്ട നന്മ, മറ്റുള്ളവർക്ക് ചെയ്യേണ്ട സ്നേഹം, മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതായ ദൈവത്തിന്റെ ചൈതന്യം, അത് ഏതെല്ലാം നീ കൊടുക്കാതെ പോയോ, ആ കൊടുക്കാതെ പോയതെല്ലാം നിനക്ക് സ്വർഗത്തിൽ ഒരു ഗർത്തമായി മാറി. ദൈവത്തിന്റെ മുഖം കാണാനും ദൈവം നൽകുന്ന ആനന്ദം കാണാൻ, സ്വീകരിക്കാൻ, അനുഭവിക്കാനുള്ള ഒരു വലിയ ഗർത്തമായി അത് മാറി. ഉടനെ ആ ധനവാൻ അബ്രാഹത്തോട് പറഞ്ഞു, ഏതായാലും എന്റെ ഗതി ഇതുപോലെയായി. എന്റെ ഭൂമിയിൽ 5 സഹോദരന്മാരുണ്ട്. ഞാൻ ആയിരിക്കുന്ന ഈ ഗർത്തത്തിൽ, ഞാൻ ആയിരിക്കുന്ന ഈ സ്ഥലത്ത്, ഈ നരകയാതന എൻ്റെ സഹോദരങ്ങൾ അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ അങ്ങോട്ടൊന്ന് പറഞ്ഞു വിടാവോ? ഈ ലാസറിനെ അങ്ങോട്ടൊന്ന് വിടാവോ? എന്നെ സഹായിക്കണ്ട, ലാസറിനെ അങ്ങോട്ടൊന്ന് വിടാവോ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം പറഞ്ഞിരുന്നൊരു കാര്യം, ആ ധനവാന് അബ്രാഹാം കൊടുത്തൊരു ഉത്തരം, അവിടെ മോശയും പ്രവാചകന്മാരുമുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, വിശുദ്ധിയിൽ, നന്മയിൽ, സ്നേഹത്തിൽ, വിശ്വസ്തതയിൽ ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് ഞാൻ ഇഷ്ടം പോലെ എൻ്റെ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. അവരെ കേൾക്കുന്നില്ല എങ്കിൽ ഈ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ചെന്ന് അവിടെ വന്ന് പ്രസംഗിച്ചാലും പറഞ്ഞാലും അവര് അത് സ്വീകരിക്കാൻ പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ വലിയൊരു കാര്യം പറഞ്ഞു തരികയാണ്. നീ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ മുഖം മറ്റുള്ളവരിൽ കണ്ട് എങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ അവരോട് പെരുമാറുന്നോ, ആ പെരുമാറുന്നതാണ് നിനക്ക് സ്വർഗീയ അനുഭവം. ഭൂമിയിലും നീ ഭൂമിയിൽ നിന്ന് മരിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ അവിടെയും നിനക്ക് കിട്ടാനുള്ള കാര്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ ധനവാന്റെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ധനവാൻ ലാസറിന് എന്തെങ്കിലും ഉപദ്രവം ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ എന്താണ് ധനവാന്റെ ഭാഗത്ത് നിന്ന് വന്ന പ്രധാനപ്പെട്ട തെറ്റ്? ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും ചെയ്യേണ്ട നന്മ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്തില്ല. ഈ ചെയ്യാത്തതാണ് അവന് ഗർത്തമായി തീർന്നത്. നമ്മളും ഓർക്കണം, ദൈവം നിനക്ക് കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ, സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ, പണം തന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇല്ലാത്തവരുമായിട്ട് പങ്കുവെക്കുമ്പോഴാണ് നിനക്ക് സ്വർഗത്തിൽ ഗർത്തമുണ്ടാകാതിരിക്കുന്നത്. അപ്പോൾ അതിനാൽ ദൈവത്തിന്റെ വചനം പറഞ്ഞു തരുന്നു, നിന്റെ ഈ ഭൂമിയിലെ ഓരോ പ്രവൃത്തിയും മറ്റുള്ളവരിൽ ദൈവത്തിന്റെ മുഖം കണ്ട് ചെയ്യുന്ന പ്രവൃത്തിയായി മാറണം. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ദൈവത്തിന്റെ വചനം അടിവരയിട്ട് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ള തിരുവചനത്തിൽ അവസാന വിധിയിൽ പറയുകയാണ്, അവിടെ ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ മരിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്ന എല്ലാ ആത്മാക്കളെയും വേർതിരിക്കും. വലതുവശത്തുള്ളവരോട് അവൻ പറയും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ശ്രദ്ധിക്കണം, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 34-ാം തിരുവചനം, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ഇനി അടുത്ത ശ്രദ്ധിക്കൂ, ഇടതുവശത്തുള്ളവരോട് ഇങ്ങനെ പറയും. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 41-ാം തിരുവചനം, ശപിക്കപ്പെട്ടവരെ, പിശാചിനും അവന്റെ സന്തതികൾക്കുമായിട്ട് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് നിങ്ങൾ പോകുവിൻ. എന്താ കാരണം? എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നില്ല. എനിക്ക് ദാഹിച്ചു, കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, എന്നെ സ്വീകരിച്ചില്ല. നഗ്നനായിരുന്നു, വസ്ത്രം ധരിപ്പിച്ചില്ല. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നില്ല. ഓർക്കുക, ഈ ഭൂമിയിലെ ജീവിതത്തിൽ കാണപ്പെടുന്ന സഹോദരരിൽ ഓരോരുത്തരിലും
ദൈവത്തിൻ്റെ മുഖം കണ്ട് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നീ അവരെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും വലിയ ഫലം നിനക്ക് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മുഖം കണ്ട് ആനന്ദിക്കുന്ന ആ വലിയ സന്തോഷം നൽകി നിന്നെ ദൈവം അനുഗ്രഹിക്കും. അതിനാൽ ഞാൻ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ എൻ്റെ ഇന്നലകളിലെ ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിച്ച് പരിശോധിക്കണം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകടച്ച് നിന്റെ ഇന്നലകളിലെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നിന്റെ ഭാര്യനെ നീ സ്നേഹിച്ചു. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നിന്റെ ഭർത്താവിനെ നീ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു. നിന്റെ മാതാപിതാക്കന്മാരെ, നിന്റെ മക്കളെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ചെയ്തു. നിന്റെ ജോലി മേഖലയിലെ സഹപ്രവർത്തകരെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നീ അവരെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും സഹകരിക്കുകയും അവരെ വളർത്തുകയും ചെയ്തു. സഹോദര സഹോദരി, നീ എന്തു ചെയ്തു എന്നല്ല, ദൈവം ആഗ്രഹിച്ചതുപോലെയാണോ നീ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തത്? ഇതാ ഇന്നലകളിലെ ജീവിതത്തിൽ എവിടെയെങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന നന്മയുടെ, സ്നേഹത്തിൻ്റെ, കരുണയുടെ പ്രവൃത്തി ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ, അതിൽ വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ, ദൈവമേ, ഞാൻ അതിനെ ഓർത്ത് അങ്ങയുടെ തിരുമുമ്പിൽ മാപ്പ് ചോദിക്കുന്നു, ഏറ്റുപറയുന്നു. അവിടുന്ന് ആഗ്രഹിക്കുന്ന നന്മയുടെ പ്രവൃത്തി ചെയ്ത് അനേകരെ നന്മയിലേക്ക് നയിക്കാൻ തക്ക വിധത്തിൽ എൻ്റെ കരങ്ങൾക്ക് ബലം നൽകണമേ. എൻ്റെ ജീവിതത്തിന് വിശുദ്ധിയും വിജ്ഞാനവും നൽകി അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091-480-270-8098, 0091-480-270-2613. ഫാക്സ് 0091-480-270-8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.